അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഭീഷണിയുടെയും ആശങ്കയുടെയും പുതിയ അധ്യായം തുറന്ന് ചൈന നടത്തിയ സൈനിക പരേഡ് ലോകശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഈ വിപുലമായ സൈനിക പ്രദർശനം കേവലം ഒരു ആഘോഷം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കാനുള്ള ചൈനയുടെയും അതിന്റെ സഖ്യകക്ഷികളുടെയും പ്രഖ്യാപനം കൂടിയായിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഇന്നും അണിനിരന്നപ്പോൾ ഈ മൂവർ സംഘം പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും നാറ്റോ സഖ്യത്തിന് ശക്തമായൊരു മുന്നറിയിപ്പാണ് നൽകിയത്. ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിൽ ആയിരക്കണക്കിന് സൈനികർ അണിനിരന്ന ഈ പരേഡിൽ അത്യാധുനിക ആയുധങ്ങളുടെ വിപുലമായ ശേഖരം പ്രദർശിപ്പിച്ചു. റോഡ് മൊബൈൽ മിസൈലുകൾ പോലുള്ള പുതിയ ആയുധങ്ങൾ ആദ്യമായാണ് ഒരു പൊതുവേദിയിൽ ചൈന അവതരിപ്പിക്കുന്നത്. ഈ ചൈനയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ വൻ കുതിച്ചുചാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2019 ശേഷം ചൈന നടത്തുന്ന ഏറ്റവും വലിയ സൈനിക പ്രകടനമാണിത്. ഈ പ്രദർശനം ചൈനയുടെ ആത്മവിശ്വാസം വിളിച്ചറിയിക്കുന്നതിനോടൊപ്പം തന്നെ തങ്ങളുടെ ശക്തിയെക്കുറിച്ച് ലോകത്തിന് ഒരു ധാരണ നൽകാനും ലക്ഷ്യമിട്ടു. ഈ സൈനിക പരേഡിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അതിൽ പങ്കെടുത്ത ലോക നേതാക്കളുടെ സാന്നിധ്യമായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും ഉൾപ്പെടെ 26 ലോക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. പരേഡിന് നേതൃത്വം നൽകിയ ഷീ ജിൻപിങ് തന്റെ വലതുവശത്ത് പുടിനെയും ഇടതുവശത്ത് കിം ജോങ് ഉന്നിനെയും നിർത്തി. ഈ സ്ഥാനക്രമം യാദൃച്ഛികമായിരുന്നില്ല, മറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും പാശ്ചാത്യ ലോകത്തിനും നൽകിയ ഒരു വ്യക്തമായ സന്ദേശമായിരുന്നു. ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമെന്നും ഏതൊരു ഭീഷണിയും നേരിടാൻ തയ്യാറാണെന്നുമുള്ള പ്രഖ്യാപനമാണ് പാശ്ചാത്യ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്.